ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്വന്തം വിധിയെ എങ്ങനെ മാറ്റിയതാ എന്നുള്ളതാണ്. അന്നേരം എന്താണ് വിധി, അല്ലെങ്കിൽ ആരാണ് വിധിയെ നിർണ്ണയിക്കുന്നതെന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ ഉത്തരം പറയുക? ഞാൻ ചോദിക്കാൻ നിങ്ങളോട്, ആരാണ് നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നത്? ദൈവം എന്തെല്ലാം നിങ്ങൾ മനസ്സിൽ കരുതുക? ആരാണ് നിങ്ങളുടെ നമ്മൾ തന്നെയല്ലേ? ഓക്കെ, നമ്മളാണ് വിധിയെ നിർണ്ണയിക്കുന്നത്. ശരി, വേറെ ആരെങ്കിലും അഭിപ്രായം പറയും? എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്യുക, എന്നിട്ട് പറയാം നിങ്ങളായ രീതിയിൽ. നമ്മൾ. ഓക്കെ, നമ്മൾ തന്നെ. ഓക്കെ, പറയാം. അന്നേരം നമ്മൾ വിശ്വസിക്കുന്നത്, അതായത് പലരും പറയാ നമ്മൾ തന്നെയെന്നാണ്, എന്നാൽ വലിയൊരു ശതമാനം പേരും പറയാം ദൈവമാണ്, ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ ആകാശത്തിലെ എന്തെങ്കിലും ഒരു ശക്തിയാണ് എന്നൊക്കെ രീതിയിലാണ് പറയപ്പെടുന്നത്. എന്നാൽ സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. എന്നാൽ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ജ്യോത്സ്യന്മാരുടെ അടുത്തും അതോടൊപ്പം തന്നെ മറ്റ് ആൾക്കാരുടെ അടുത്തും നമ്മൾ പോവുകയും ചെയ്യും. ഇത് ഒരിക്കലും തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഞാൻ ഇതേപോലെ തന്നെയാണ് വിശ്വസിച്ചത്. അതായത് ഈ നമ്മൾ തന്നെയാണെന്നല്ല വിശ്വസിച്ചത്, മറിച്ച് ദൈവമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ശക്തിയാണ്. എൻ്റെ ആ രീതിയിലുള്ള ചിന്താഗതിയായിരുന്നു എനിക്ക് പണ്ട് ഉണ്ടായിരുന്നത്. കാരണം എന്താണ്, നമ്മൾ വളർന്നു വന്ന സാഹചര്യം, അല്ലെങ്കിൽ എല്ലാം എൻ്റെ വിധിയാണ്. ചിലപ്പം പ്രായമുള്ള ആൾക്കാരെല്ലാം പറയുന്ന കേട്ടില്ല, എല്ലാം എൻ്റെ വിധിയാ, ഇതെല്ലാം അനുഭവിക്കേണ്ട എൻ്റെ വിധിയാ എന്നുള്ള രീതിയിലുള്ള നമ്മൾ കേട്ടിട്ടുണ്ടാവും. അന്നേരം ഇതിനെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ എങ്ങനെ മാറ്റിയെടുക്കുന്നുള്ളതാണ്, എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അന്നേരം ഇതിൽ എത്ര പേര് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്ന ടെക്നിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക്? എന്താണ് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക്? ഓക്കെ, എല്ലാവരും ഒന്ന് പറയാ, ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ. നമ്മൾ എഴുതി വെച്ചിട്ട് ആ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുകയും അത് നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാകുകയും ചെയ്യുന്നതിനെയാണ് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നതായിട്ടാണ് എൻ്റെ അറിവ്. അതെ, അത് ഒരു പരിധിവരെ ശരിയാണ്. ഇതേപോലെ തന്നെയാണ് ഗോൾ റൈറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് നമ്മൾ ഒരാഗ്രഹമല്ല എഴുതി വെക്കുന്നത്, മറിച്ച് ഒരു സീരീസ് ഓഫ് ആഗ്രഹങ്ങളാണ് എഴുതി വെക്കുന്നത്. അന്നേരം ഇതിൽ എത്ര പേരാണ് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് പഠിക്കാൻ തയ്യാറായിട്ടുള്ളത്? അല്ലെങ്കിൽ ഐ ആം റെഡി എന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഓക്കെ. അന്നേരം ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം ഒരു 6 വർഷം മുന്നേ ഞാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കിനുള്ള ബുക്കാണ്. ഞാൻ ഇതിലാണ് പണ്ട് സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യം എഴുതി വെച്ചത്. നിങ്ങൾക്ക് ഇതിലെ ലെറ്റേഴ്സും കാര്യങ്ങളും മനസ്സിലാക്കാൻ എത്രത്തോളം പഴക്കമുണ്ടെന്ന് മനസ്സിലാവും ഒരു കാര്യങ്ങൾ. അന്നേരം ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് ഞാൻ എപ്പോഴും എന്തുകൊണ്ടാണ് പോക്കറ്റ് ഡയറിയിൽ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പോക്കറ്റിൽ എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ടാണ്. മീൻസ് ഇത് എപ്പോഴും വായിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പോക്കറ്റ് ഡയറിയിൽ എഴുതി വെച്ചത്. ഞാൻ എഴുതി വെച്ചാണ്. കുറേ പഴയ ബുക്കാണ്, ഏകദേശം ഒരു 5-8 വർഷമായി ഇതിലെ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇതെല്ലാം കാണുന്നേ മനസ്സിലാവും. അന്നേരം ഞാനിവിടെ ഇതിൽ എഴുതി വെച്ച പല സ്റ്റോറീസും, അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ എപ്പോഴും ഒരു പെന്നും പേനയും കരുതാൻ വേണ്ടി ശ്രമിക്കുക. സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായി ആദ്യം തന്നെ നമ്മളുടെ ഈ ജ്യോത്സ്യത്തെ കുറ്റം പറയല്ല, മറിച്ച് ജ്യോത്സ്യന്മാർ എന്താണ് പറയുക, ഒരു ജ്യോതിഷം അല്ലെങ്കിൽ ജാതകം എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ടാവും. അതിൽ നമ്മളെ നക്ഷത്രങ്ങളും ഗ്രഹനിലകളും ഉണ്ടാവും. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്? പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുക, അല്ലേ? ഇന്നൊരു സമയത്ത് നമ്മളെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ നടക്കുന്നുള്ളത്. അതിൽ ചില കാര്യങ്ങൾ നടക്കും, ചില കാര്യങ്ങൾ നടക്കില്ല. അതായത് ജ്യോതിഷത്തെ ഞാൻ കുറ്റം പറയല്ലേ ചെയ്യുന്നത്, മറിച്ച് ഇതിനെങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ വിധി എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പണ്ടല്ല ഞാൻ ഈ ജ്യോത്സ്യം ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളോട് വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. അന്നേരം ആ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ പഠിച്ചു, വലിയ രീതിയിൽ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ക്ലാസ്സുകൾ കൂടി. അന്നേരം ചില ക്ലയൻസ് എന്നോട് തന്നെ കോൺടാക്ട് ചെയ്യും. ഇതേപോലെ ജ്യോത്സ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മളെ ക്ലയൻസിൽ വരുന്നുണ്ട്. അന്നേരം അവരുമായിട്ട് ചിലപ്പം കൺസൾട്ടേഷൻ സമയത്ത് അവർ വരുന്ന സമയത്ത് ഞാൻ ചോദിക്കും,
അതായത് നമ്മൾ ഈ നക്ഷത്രങ്ങളാണല്ലോ ഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമ്മളെ വിധിയെ നിർണ്ണയിക്കുന്നത്. ഈ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പൊസിഷനിൽ വരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് പല ജ്യോത്സ്യന്മാർക്കും ഇതിനെ ഉത്തരം കിട്ടാറില്ല. അന്നേരം നമ്മളെന്ന് പറഞ്ഞ സോള് അല്ലെങ്കിൽ ആ ഒരു എനർജി നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് പോകുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ നക്ഷത്രങ്ങളെ ഗ്രഹനില വരെ നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ജ്യോത്സ്യന്മാരുടെ അടുത്തോ കാര്യങ്ങളിലോ ഒന്നും തന്നെ പോയിട്ട് കാര്യമില്ല. കാരണം ഞാൻ കുറേ പൈസ ചിലവാക്കിയാണ്. അതായത് നമ്മളുടെ ഇത് അതായത് ഈ ഒരു കൺസെപ്റ്റ് വിശ്വസിക്കുന്നത് നമ്മുടെ പാസ്റ്റ് ലൈഫ്, അതായത് ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ വിശ്വസിക്കുന്ന വ്യക്തികൾ മാത്രമാണ്. ചില ആൾക്കാർ പറയും ഈ ജന്മം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരോട് ഈ ഒരു തിയറി പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരോ തിയറിയും ഓരോരോ സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഉണ്ടാകുക. അന്നേരം നമ്മൾ ഈ ഗ്രഹനിലകളെ നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കേണ്ടതാണ്. അതായത് നമ്മളെ ഇൻറ്റേർണൽ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ വെൽത്ത് മാസ്റ്ററി ക്ലാസ് നടക്കുന്ന സമയത്ത്, അതായത് ഏകദേശം ഒരു 2 മാസം മുന്നേ നമ്മളെ വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞ ക്ലാസ് നടക്കുമായിരുന്നു. അങ്ങനെ അതിലെ ഒരു പുള്ളിക്കാരൻ, ഒരു സൂര്യപുത്രൻ, സൂര്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു, അനിവിന്ദ് ബ്രോ, ഇതേപോലെ തന്നെ ഞാനൊരു ജ്യോത്സ്യനെ കണ്ടിരുന്നു. ജ്യോത്സ്യൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രഹനില വളരെ മോശമാണ്, അതോടൊപ്പം എൻ്റെ നക്ഷത്രത്തിൻ്റെ ഈ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശനിയാണ്, കണ്ട ശനിയാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സ്റ്റോറി തന്നെ പറഞ്ഞു. അതായത് എൻ്റെ സത്യത്തിൽ എൻ്റെ ഈ നക്ഷത്രത്തിൻ്റെ ഗ്രഹനില എന്ന് പറയുന്നത് കണ്ട ശനിയിലാണ്. എൻ്റെ നക്ഷത്രം രോഹിണി എന്ന് പറഞ്ഞുതരാം. പുള്ളിക്കാരൻ്റെയും സെയിം നക്ഷത്രമായിരുന്നു. അതായത് പുള്ളിക്കാരൻ്റെ രോഹിണിയാണ്, എൻ്റെ രോഹിണിയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്, നമ്മളെ മൈൻഡ് സെറ്റ് ആ പ്രോബ്ലത്തിലല്ല ഉള്ളത്, മറിച്ച് സൊല്യൂഷൻ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള സൊല്യൂഷനിലാണ് ആദ്യം തന്നെ കൊണ്ടുവരുന്നത്. എന്നാൽ അദ്ദേഹത്തിനും എൻ്റെയും സെയിം നക്ഷത്രമാണെങ്കിൽ പോലും അദ്ദേഹം നേരിടുന്ന കുറേ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് മാറ്റി ഒന്ന് ഈ ഒരു മൈൻഡ് സെറ്റിനാണ് ഷിഫ്റ്റ് വരുത്തേണ്ടത്. ഇനി നമ്മളുടെ ഈ ഒരു സ്റ്റോറിയെല്ലാം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇത് എത്രത്തോളം സത്യമാണ് അല്ലെങ്കിൽ ഇത് എത്രത്തോളം പോസിറ്റീവാണ് അല്ലെങ്കിൽ നെഗറ്റീവാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത്. നമ്മൾ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എഴുതുന്നതിന് മുൻപായി നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രീം ജേർണലാണ്. എല്ലാവരും ഡ്രീം ജേർണൽ എഴുതി എന്ന് വിശ്വസിക്കുന്നു. ഡ്രീം ജേർണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുന്ന ഡയറിയാണ് നമ്മൾ ഡ്രീം ജേർണൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾ ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ ഒരു ഗോൾ ലിസ്റ്റിൽ നിങ്ങൾ എത്ര ഡ്രീംസ് എഴുതിയിട്ടുണ്ട്? 10 ആണോ 20 ആണോ? ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികളാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. എല്ലാവരും തന്നെ എത്ര ആണ്? 100 ഡ്രീംസ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, 100 ഡ്രീംസ്, 100 എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ എത്ര എഴുതി വെച്ചിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ ഈ ഒരു ക്ലാസ് പങ്കെടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. സാർ ഇപ്പൊ ഒരു 100 ഡ്രീംസ് എഴുതുന്നുണ്ട്, അതെല്ലാം നടന്നതായിട്ട് എഴുതണ്ടേ? അത് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ, കഴിഞ്ഞ വെബിനാറിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 1 മണിക്കൂർ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്. എന്നാലും ഞാൻ പറയാണ്, അത് നടന്നതായിട്ടാണ് എഴുതേണ്ടത്. അതായത് ഇന്നൊരു കാര്യം ലഭിച്ചതിന് നന്ദി എന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ക്ലാസ് നമ്മൾ മുൻപ് കൊടുത്തിരുന്നു. അന്നേരം ഓക്കെ, ഇതിൽ പലരും എഴുതി വെച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 എന്നുള്ള പലരും ഒരു ലിമിറ്റ് എന്ന രീതിയിലാണ് വെച്ചത്. എൻ്റെ ഡ്രീം ജേർണൽ ഷെൽഫിലാണ് കിടക്കുന്നത്. അന്നേരം അതെടുക്കാൻ കുറച്ച് നടക്കണം. എന്നാലും ഞാൻ ഏകദേശം 324 ഡ്രീംസ് ഞാൻ എൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കലും 100 ഡ്രീംസ് എന്ന് പറയുന്ന രീതിയിൽ ഒതുക്കാൻ പാടില്ല. നിങ്ങൾക്ക് എത്ര ഡ്രീംസ് ഉണ്ടോ, അത് ചെറുതോ വലുതോ ആട്ടെ, അതെല്ലാം തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലും എല്ലാം തന്നെ യൂട്യൂബ് വീഡിയോസിലും എല്ലാം തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞു 100 ഡ്രീംസ് എങ്കിലും എഴുതി വെക്കാറില്ല. അന്നേരം പലരും ചിന്തിക്കുന്ന 100 ഡ്രീംസ് മാത്രമേ പറ്റുന്നത് അല്ല. എൻ്റെ 324 ഡ്രീംസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 120 സംതിങ്ങോളം ഞാൻ ആഗ്രഹങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നേടിയെടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അതായത് ഞാൻ തന്നെ ഓരോ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തും ഞാൻ എൻ്റെ ഡ്രീം ജേർണൽ എഴുതി വെക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ഉദാഹരണം പറയാം, എൻ്റെ എക്സ്പീരിയൻസ്. അതായത് ഞാൻ ചക്ര മാനിഫെസ്റ്റേഷനിൽ ഞാൻ 100 മെമ്പേഴ്സിന് മാത്രമേ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഏകദേശം 95 മെമ്പേഴ്സ് ജോയിൻ ചെയ്ത് ഈ ഒരു ബാച്ചിൽ. ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട്. 100 നാളെ കൊണ്ട് തന്നെ ആക്കാം. 100 മെമ്പേഴ്സ് ആവും ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ. അതായത് നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എപ്പോഴും, അതായത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം ജേർണൽ എഴുതിയിട്ട് മാറ്റി വെക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഡ്രീം ജേർണൽ നമ്മളെ ചെറുതോ വലുതോ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. കാരണം നമ്മളെ എഴുതുന്നതനുസരിച്ച് നമ്മളെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്.
ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഡ്രീം ജേണലിൽ എഴുതി വെച്ച ആഗ്രഹങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മളെ ഡ്രീംസ് എങ്ങനെയാണ് എഴുതി വെച്ചത്, അതായത് പെട്ടെന്ന് നടക്കേണ്ട ആഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റാണ് എഴുതി വെച്ചത്. ചെറുതും, അതായത് ചെറിയ കാര്യം മുതൽ 1 മാസം കൊണ്ട് നേടേണ്ടത് 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട് നേടേണ്ട രീതിയിലല്ലേ നമ്മൾ എഴുതി വെച്ചത്. അതിനെ ഒരു സ്റ്റോറി ആക്കാനാണ് നമ്മൾ പോകുന്നത്, ഒരു കഥയാക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഈ കഥ എന്ന് പറയുന്നത് നമ്മളെ വിധിയെ അല്ലെങ്കിൽ നമ്മളെ ഒരു സ്റ്റോറിയെ ക്രിയേറ്റ് ചെയ്യാനാണ് ഇവിടെ പോകുന്നത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഡ്രീംസ് എല്ലാം തന്നെ ഒന്ന് വായിച്ച് നോക്കുക. അതിലെന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതി ചേർക്കുക. ഞാൻ തന്നെ എൻ്റെ ഡ്രീം ജേർണൽ 3ാമത്തെ തവണയാണ് എഴുതുന്നത്. ഇപ്പം 3ാമത്തെ തവണ എഴുതി കഴിഞ്ഞു. ഇപ്പം 4ാമത്തെ തവണ പുതിയൊരു ഡ്രീം ജേർണൽ മേടിച്ചിട്ട്, ഒരു വിൻറ്റേജ് ഡയറി മേടിച്ചിട്ട് ഞാൻ അതിലാണ് എഴുതുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒരു 3 ഡ്രീം ജേർണൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീംസ് പലതും ചേഞ്ച് ആവും. പണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കില്ല ഇപ്പോൾ ആഗ്രഹിക്കുക. അതിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ നമ്മളെ ഡ്രീം ജേർണലിൽ ഏറ്റവും മനോഹരമായ ബുക്ക് തന്നെ എടുക്കുക. എൻ്റെ ഡ്രീം ജേർണൽ എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ഡ്രീം ജേർണൽ ഇതിലാണ് ഞാൻ എഴുതി വെക്കുന്നത്. ഇതൊരു വിൻറ്റേജ് ടൈപ്പ് ഡയറിയാണ്. ഇതാണ് എൻ്റെ ഡ്രീം ജേർണൽ. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളെ ഒരു അറ്റാച്ച്മെൻറ്റുള്ള ഒരു പുസ്തകമായിരിക്കണം. അത് എൻ്റെ ഇപ്പം ബാഗിലുണ്ടായിരുന്നു, ബാഗിൽ എപ്പോഴും നടക്കുന്നതാണ്. അതാണ്. അന്നേരം നമ്മളുടെ ആ ഒരു ഡ്രീം ജേർണൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രിഷ്യസ് ആയിട്ട് കൊണ്ടുപോകണം. പ്രിഷ്യസ് മീൻസ് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസെറ്റാണ്. അത് നിങ്ങളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എഴുതി വെക്കേണ്ട ഒരു കാര്യമല്ല. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡ്രീം ജേർണലിൽ വേറെ വീട്ടിലെ കണക്കുകൾ കാര്യങ്ങൾ എഴുതി വെക്കും. ഒരിക്കലും അത് എഴുതാൻ പാടില്ല. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ മതപരമായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥത്തെ കാണുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ജേർണലിനെ റെസ്പെക്റ്റ് ചെയ്യുക. അത് ഞാൻ ബാഗിൽ വെക്കുന്ന സമയത്ത് വരെ എൻ്റെ ബാഗിൽ അതിന് ഇങ്ങനെ ഒരു ചെറിയൊരു ഭാഗം മാറ്റി, മീൻസ് ആ ഒരു പോർഷനിൽ മാത്രമാണ് ഞാൻ അത് വെക്കുക. മറ്റ് ഭാഗങ്ങളിൽ ഞാൻ വെക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഡ്രീംസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഇനി നമ്മളെ ഡ്രീം ജേർണൽസിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചു. ഇത് എഴുതി വെക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. പാസ്റ്റ് ടെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നതായിട്ട്, അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് മീൻസ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് തന്നെ എഴുതേണ്ടത്. ഉദാഹരണത്തിന്, അടുത്ത മാസം അതായത് 2025 ഫെബ്രുവരി 23-ാം തീയതി എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്ന വഴിയിലൂടെ 1,00,000 രൂപ ലഭിച്ചു എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. അത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ട രീതി വളരെ പ്രാധാന്യമുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് ലഭിച്ച കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് പല അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള ഫ്രീ ക്ലാസ്സിൽ ഇപ്പം എല്ലാം തന്നെ മാജിക് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അന്നേരം ലഭിച്ച എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും നിങ്ങൾ പ്രപഞ്ചശക്തി, ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായിരിക്കാം, പ്രപഞ്ചശക്തി ആയിരിക്കാം, ഇല്ലെങ്കിൽ അള്ളാഹു, ക്രിസ്തുവോ കൃഷ്ണനോ ആരെങ്കിലും ആവട്ടെ, ബുദ്ധനോ ആരെങ്കിലും ആവട്ടെ, അതിന് നന്ദി പറയാം. അതായത് ഒരു 1 പേജെങ്കിലും നന്ദി പറഞ്ഞുകൊണ്ടാണ് എഴുതേണ്ടത്. ഇപ്പം ഞാൻ ഇതിൽ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതിയ കാര്യം ഞാൻ വായിച്ചു തരാം. ഞാൻ അനുവിന്ദ് എ. എൻ്റെ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതിന് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഡിഗ്രി പഠനത്തിന് ശേഷം നിരവധി കോഴ്സുകൾ ചെയ്യാനും നല്ല ജോലികൾ ചെയ്യാനും സാധിച്ചതിന് ഞാൻ അങ്ങയോട് നന്ദി പറയാണ്. അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. ഓക്കെ, അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ, അതായത് വലിയ വലിയ അനുഗ്രഹങ്ങൾ, ആരോഗ്യത്തിന്, ബന്ധങ്ങൾക്ക്, അതായത് കഴിഞ്ഞ സമയത്തുള്ള ഓരോ നല്ല കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു അബണ്ടൻറ്റ്, അതായത് നമുക്ക് ഇത്രയും കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന സമയത്ത് മാത്രമേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നടക്കേണ്ട ആഗ്രഹങ്ങൾ നടന്നതായിട്ട് പറയുന്ന സമയത്ത് നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. അല്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നടക്കേണ്ട ആഗ്രഹങ്ങൾ നടന്നതായിട്ട് നന്ദി പറയാം. ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതെ, അതായത് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതെ നേടാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അതായത് നമ്മളുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിങ്സ് വരണമെങ്കിൽ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം. ഇനി നമ്മൾ എന്ത് ചെയ്തു, അതിലെ ഫസ്റ്റ്, അതായത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതി അല്ലേ. ഒരു പേജോ അല്ലെങ്കിൽ ഒരു പുറമോ ഒരു പേജോ കുറേ കാര്യങ്ങൾ എഴുതുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അല്ല ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് നമ്മൾ വായിക്കുന്ന സമയത്ത്, ആദ്യം തന്നെ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താ തോന്നുക, ഇതൊന്നും നടക്കില്ല അല്ലെങ്കിൽ ഇത് നടക്കുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരും. മറിച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ
അതായത് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി പറഞ്ഞു വരുന്ന സമയത്ത് നമ്മളൊരു അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ നേടിയിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നതാണ്. അതെന്താണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ഈവൻ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്ന ഞാൻ വരെ ചില സമയത്ത് നെഗറ്റീവായി പോകും, ചില സമയത്ത് ഒരു മൈൻഡ് സെറ്റ് ഡൗൺ ആവാറുണ്ട്. കാരണം ഞാനും മനുഷ്യനാണ്, അല്ലാതെ ഞാനൊരു സൂപ്പർ ഹ്യൂമണോ ഒന്നും തന്നെയല്ല. ഞാൻ എൻ്റെ ലൈഫിൽ തിരിഞ്ഞു നോക്കും, അതായത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മിറാക്കിൾസ് ആണ് സംഭവിച്ചിരിക്കുന്നത്, എത്ര പേരുടെ ലൈഫിലാണ് എന്നിലൂടെ ഞാൻ ചേഞ്ച് ചെയ്തു എന്നല്ല, എന്നിലൂടെ മാറ്റം വന്നത്. ഞാൻ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് എത്രത്തോളം നിങ്ങളെപ്പോലെയുള്ള നല്ല നല്ല വ്യക്തികളുടെ അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമാണ് ഞാനിവിടെ എത്തിയത്. അന്നേരം ഇനിയും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 1-2 പേജ് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അത് സർവശക്തനായ ദൈവം അല്ലാഹു ക്രിസ്തു, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ അങ്ങയുടെ കുട്ടിയാണ്, അല്ലെങ്കിൽ അങ്ങ് ഇത്രയും പ്രൊട്ടക്ഷൻ ചെയ്തു, ഞാൻ അങ്ങയോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാതെ പോലും അങ്ങ് ഇത്രയും നൽകിയിട്ടുണ്ട്. അത് എത്രത്തോളം മനോഹരമായ രീതിയിൽ, എത്രത്തോളം എന്താ പറയുക, ഈ കവിതകളും കഥകളും എഴുതുന്നില്ലേ, സാഹിത്യപരമായിട്ട് എഴുതാൻ പറ്റുമോ അത്രത്തോളം അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. പിന്നെ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു പേജ് കഴിഞ്ഞു അല്ലേ, രണ്ടാമത്തെ പേജിൽ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കേണ്ട ആഗ്രഹം, അതായത് 1 2 3 4 5 എന്ന രീതിയിൽ ഒരു സ്റ്റോറി ആദ്യം മനസ്സിൽ കാണാം. ഞാൻ തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 വർഷത്തേക്കുള്ള കാണുന്ന സമയത്ത് അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസം കാറ് മേടിക്കണം, ഈ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര പണം വേണം, ഈ ഒരു രീതിയിൽ ഒരു മെൻ്റൽ മൂവി കാണാൻ വേണ്ടി ശ്രമിക്കുക കണ്ണുകൾ അടച്ചിട്ട്. അത് ചിലപ്പം ഫസ്റ്റ് തന്നെ ടൈം കാണാൻ പറ്റണമെന്നില്ല, ഓക്കെ, കാണാൻ പറ്റണമെന്നില്ല. അന്നേരം എന്ത് ചെയ്യുക, നിങ്ങൾ 1-2 ദിവസം എടുത്ത് ഒരു മെൻ്റൽ മൂവി, അല്ലെങ്കിൽ മെൻ്റൽ മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക ചിത്രം. നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് സ്വപ്നങ്ങൾ കാണില്ലേ, പകൽ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ പോലെ, അതിനെയാണ് മെൻ്റൽ മൂവീസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് ഓരോ വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഡ്രീം ജേർണൽ വായിച്ചു നോക്കിയിട്ട് അത് നടക്കുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യാം. അന്നേരം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എഴുതുന്ന സമയത്ത് അതിനെ കൂടുതൽ വർണ്ണാഭമായിട്ട് അതിൻ്റെ സിറ്റുവേഷൻസ്, ഉദാഹരണത്തിന് നിങ്ങളൊരു ഒരു വലിയ സ്വപ്നമാണ് അല്ലേ, ഇതിൽ എത്ര പേർക്കാണ് വീട് ആഗ്രഹിക്കുന്നത്? എത്ര പേരാണ് നല്ലൊരു വീട് ആഗ്രഹിക്കുന്നത്? കമൻറ്റ് ചെയ്യും, ഡ്രീം ഹോം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി. എത്ര പേരാണ് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഓക്കെ. അന്നേരം ഞാനൊരു ഇതിൽ കുറേ പേര് ഡ്രീം ഹോം എന്ന് പറഞ്ഞ് അടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം സ്പെസിഫിക് ആയിട്ടാണ് നിങ്ങൾ ഡ്രീം ജേർണലിൽ എഴുതി വെച്ചത്? ഡ്രീം ജേർണലിൽ ആരെങ്കിലും 2 പേര് പറയൂ, നിങ്ങൾ ഡ്രീം ജേർണലിൽ എന്താണ്, എങ്ങനെയുള്ള വീടാണ് ആഗ്രഹിച്ചത്? അതായത് ഒരു വീട് വേണമെന്നോ അല്ലെങ്കിൽ ഇത്ര നിലയുള്ള ഒരു വീട് വേണമെന്നാണ് ആഗ്രഹിച്ചത്? എങ്ങനെയാണ് എഴുതി വെച്ചത്? ഹലോ സർ. പറഞ്ഞോളൂ. ഞാൻ എഴുതിയത് എങ്ങനെയെന്ന് വെച്ചാൽ, എൻ്റെ ഡ്രീം ജേർണലിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ കടൽക്കരയിൽ 2 നിലയുള്ള, അതായത് കടലിനെ ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള, പക്ഷെ വലിയ മുറ്റമൊക്കെയുള്ള ഒരു നല്ല വീട് എനിക്ക് തന്നതിന് ഞാൻ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തിക്ക് നന്ദി എന്നാണ് ഞാൻ എൻ്റെ ഡ്രീം ജേർണലിൽ എഴുതിയത്. നല്ലത്. അത് അത്യാവശ്യം സ്പെസിഫിക് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. അന്നേരം അത് ഈ രീതിയിലായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അന്നേരം നമ്മൾ സ്ക്രിപ്റ്റിംഗ്, അതായത് നമ്മൾ ഡ്രീംസ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഷോർട്ടായിട്ട്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ ഷോർട്ടായിട്ടാണ് എഴുതി വെച്ചത് ലൈന്. എന്നാൽ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കിൽ നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ എത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ. അതായത് നമ്മൾ ഒരു മെൻ്റൽ മൂവി, ഒരു വീടിൻ്റെ അകത്ത് കിടക്കുന്ന സമയത്ത് എൻ്റെ ആ മനോഹരമായ വീടിൻ്റെ ഫ്ലോറ് എന്ന് പറയുന്നത് ഇന്ന ടൈൽസാണ്, അല്ലെങ്കിൽ ഇന്ന മാർബിളാണ് ഇട്ടിരിക്കുന്നത്, അതിൻ്റെ വാള് ഇന്ന പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് 3 റൂമുണ്ട്, ഒരു റൂമിൻ്റെ ഇൻറ്റീരിയറിൽ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ സ്പെസിഫിക് ആയിട്ടും, അതോടൊപ്പം തന്നെ നമ്മളത് വായിക്കുന്ന സമയത്ത്, ഇപ്പം ചില നോവൽസ് വായിക്കുന്ന സമയത്ത്, ഞാൻ നോവൽസ് സ്വതവേ വായിക്കാറില്ല, ഞാൻ ആൽക്കമിസ്റ്റ് അങ്ങനത്തെ 2-3 നോവൽസ് വായിച്ചിട്ടുള്ളൂ. ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന് പറഞ്ഞ 2-3 പുസ്തകം. ഞാൻ നോവൽസ് എനിക്ക് അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയല്ല ഞാൻ. അങ്ങനെ എനിക്ക് ആൽക്കമിസ്റ്റ് വായിക്കുന്ന സമയത്ത് ആ ഒരു മൂവി, അതായത് ആ കഥാപാത്രത്തെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഫീലിങ്സ് ആണ്, ചില സമയത്ത് നമ്മൾ തന്നെയാണ് ആ കഥാപാത്രങ്ങളാവുക അല്ലേ. അന്നേരം ഈ രീതിയിലായിരിക്കണം നമ്മളെ ഡ്രീം ജേർണൽ എഴുതേണ്ടത്.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പ്രധാനപ്പെട്ട ജോലി ആവട്ടെ, പാർട്ട്ണറാവട്ടെ, പാർട്ട്ണർ, പങ്കാളി, സോൾമേറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, കാര്യമുണ്ടല്ലോ, നമ്മൾ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി എങ്ങനെ വേണം, നിങ്ങളുടെ ഓരോ വലിയ ഡ്രീംസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്പെസിഫിക് ആയിട്ട് അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ എളുപ്പമാണ്. വിഷ്വലൈസേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ഇപ്പം നിങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലാതെ എഴുതി ഒരു വീട് വേണം എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പണമുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വീട് വേണം. എന്നാൽ പണം കുറയുന്ന സമയത്ത് നമ്മളെ മൈൻഡ് സെറ്റും ചേഞ്ച് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, അതൊരു ചെറിയ വീട് മതി എന്നുള്ള രീതിയിലേക്ക് മാറും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരു സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ലക്ഷങ്ങളോ അല്ലെങ്കിൽ കോടികളോ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. എന്നാൽ നിങ്ങൾ ഏത് സമയത്ത് ഒരു വീട് വേണം, ഒരു നല്ലൊരു വീട് വേണമെന്ന് ചിന്തിക്കും. അന്നേരം വീട് എന്ന് പറയുന്ന സമയത്ത് അത് ഏത് നേരം നമുക്ക് നല്ലൊരു വീട് ഇത്ര സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് വേണം, 4 റൂംസ് വേണം, നടുമുറ്റം വേണം, ചുറ്റുപാടുകൾ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് എഴുതി വെക്കും. എന്നാൽ അത് ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അന്നേരം നിങ്ങളെ സമ്പത്ത് നശിക്കുകയാണെങ്കിൽ നിങ്ങളെ മൈൻഡ് സെറ്റ് മാറും. അന്നേരം ചെറിയ വീട്, അന്നേരം വീടിൻ്റെ കൺസെപ്റ്റ് തന്നെ നമ്മളോട് മാറും. നേരെ മറിച്ച് നിങ്ങൾ ആ സമയത്ത് എന്ത് എഴുതി വെക്കുകയാണ്, ഇത്ര സ്ക്വയർ ഫീറ്റിൽ, ഇത്ര ഏക്കറിൽ അല്ലെങ്കിൽ ഇത്ര സെൻറ്റിൽ, അതോടൊപ്പം ഇത്ര സ്ക്വയർ ഫീറ്റ് റൂംസ് വേണം, റൂംസ് വേണം, ഈ രീതി ആ രീതി അല്ലെങ്കിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും നിങ്ങളത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങളത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കാര്യം നിങ്ങൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യും, അതായത് അത് മാനിഫെസ്റ്റ് ചെയ്യും. വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അതൊരു സപ്പോർട്ടീവ് സിസ്റ്റമാണ് വരിക. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും തന്നെ പെന്നോ കാര്യങ്ങളുണ്ടെങ്കിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. പിന്നെ നമ്മൾ ഓരോ വലിയ ആഗ്രഹങ്ങൾ അതായത് ഏത് സമയത്ത് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോ പ്രപഞ്ചശക്തിക്കോ നിങ്ങൾ വളരെയധികം നന്ദി പറയുക. അതായത് നന്ദി പറയേണ്ടതെന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും, അല്ലെങ്കിൽ അതേപോലെ നിങ്ങളുടെ ഫീലിങ്സ്, ഞാൻ എൻ്റെ ആ ഒരു സന്തോഷം ഞാൻ അങ്ങയോട് എങ്ങനെ, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് എങ്ങനെ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന രീതിയിലുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാവും. നേരെ മറിച്ച് നന്ദി എന്ന് എഴുതാതെ നിങ്ങൾ കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു സാഹിത്യപരമായിട്ട് എഴുതുകയാണെങ്കിൽ നല്ലതാണ്. ഈവൻ എനിക്ക് സാഹിത്യം ഇഷ്ടമല്ലെങ്കിൽ പോലും സാഹിത്യങ്ങൾ വായിക്കാറില്ല, എന്നാലും ഞാൻ ഏത് സമയത്ത് ആ ഫീലിങ്സ് വരേണ്ടിയിട്ടാണ് ഞാൻ എഴുതി വെച്ചത്. ഓക്കെ, ആ രീതിയിലായിട്ടാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഡ്രീം ചാനലിൽ ആദ്യത്തെ പേജിൽ നമ്മളെ ഇതുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതി. ഇനി രണ്ടാമത്തെ പേജ് മുതൽ അടുത്ത മാസം മുതൽ, ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം നേടേണ്ട ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡ്രീം ചാനൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് എപ്പോൾ എങ്ങനെ നടക്കണം എന്നുള്ള വളരെ ഷോർട്ടായിട്ട് എഴുതി വെക്കുക. ഷോർട്ടായിട്ട് വെച്ചാൽ ഒരു സ്റ്റോറി പോലെ, ഇന്ന ദിവസം ഇന്ന് നടന്നതിന് നന്ദി. അതായത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഇന്ന ജോലി ഞാൻ ഇൻ്റർനെറ്റിലൂടെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അതിന് സെലക്ഷനായിട്ട് അവർ ഇന്ന ഡേറ്റിന് എന്നെ വിളിച്ചു, ഇൻ്റർവ്യൂ ഇന്ന ദിവസം കഴിഞ്ഞു, എന്നെ അവർ വളരെയധികം സപ്പോർട്ടീവായിട്ടായിരുന്നു ഇൻ്റർവ്യൂസ് കഴിഞ്ഞത്. അവർ എന്നെ അത് കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം എന്നെ സെലക്ട് ചെയ്തു. അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് വെറുതെ ഇപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇന്ന് തന്നെ സെലക്ട് ആയെന്നല്ല എഴുതേണ്ടത്. അതായത് നമ്മളെ ലോജിക്കിന് വിശ്വസിക്കാൻ സാധിക്കണം. നിങ്ങൾ ഹൈപ്പോത്തറ്റിക്കായിട്ട് വലിയ വലിയ കാര്യങ്ങൾ എഴുതി വെക്കാതെ നിങ്ങളെ ലോജിക്കിന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാലാണ് നിങ്ങൾക്കത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്ട്രോങ് ബിലീഫ് ഉണ്ടാകുക. അല്ലാതെ ഇപ്പം തന്നെ അടുത്ത മാസം ഞാനൊരു കോടീശ്വരനായി, നിങ്ങൾക്ക് ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം. മറിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെറിയ ചെറിയ പടികൾ കയറിയിട്ടാണ് നമ്മൾ അബൻഡൻസിലേക്ക് വരേണ്ടത്. ഞാൻ ഫീൽ ചെയ്ത കാര്യമാണ്. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലോട്ടറി അടിച്ച വ്യക്തികളെ പലരുടെയും സ്റ്റോറീസ് ഞാൻ കേട്ടിരുന്നു. അന്നേരം ഈ സ്റ്റോറീസ് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ വീഡിയോസ് ഇങ്ങനെ അന്ന് കണ്ടു, ഒരു 3 വർഷം കഴിഞ്ഞ സമയത്ത് അവർ വീട് പണയപ്പെടുത്തി അവസാനം അവർക്ക് ലോട്ടറി അടിക്കുന്ന സമയത്തുള്ള പണത്തെക്കാട്ടും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വൈബ്രേഷൻ, അവരെ മണി മാനേജ്മെൻറ്റ് സിസ്റ്റം ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളെന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കയറി വരേണ്ടത്. ഓക്കെ, അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഞാനൊരു കോടീശ്വരനാണ്, അത് ഒരു സാധാരണ മാനിഫെസ്റ്റേഷൻ്റെ ഒരു രീതിയല്ല. മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അതായത് ഞാൻ തന്നെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളും പഠിച്ച് വരുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ നമ്മളെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് മാറിയിട്ട് നമ്മളെ ഹീലിംഗ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ സെൽഫ് ഹീലിങ്ങും അതോടൊപ്പം തന്നെ സെൽഫ് ലവും
നമ്മളെ തന്നെയുള്ള ഓരോ ഇന്നർ ചൈൽഡും എല്ലാം തന്നെ ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മളെ മൈൻഡ് സെറ്റും നമ്മളെ വൈബ്രേഷൻ ലെവലും നമുക്ക് ചേഞ്ച് ആവും പതിയെ. അതായത് ചെറിയ സ്റ്റെപ്സാണ് നമ്മളെ ചേഞ്ചസിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി എന്ത് ചെയ്തു, നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചു അല്ലേ, അത് ഒരു മാസത്തെ എഴുതി വെച്ചു. പിന്നെ രണ്ടാമത്തെ മാസം 6 മാസത്തിൻ്റെ ഉള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ അത് എഴുതി വെച്ച് ഒരു 10 വർഷത്തേക്കുള്ള കാര്യം ഒന്ന് എഴുതി വെക്കുക. ഇതിപ്പോൾ ഇതിൽ ഏകദേശം ഒരു 25 പേജോളം ഞാൻ ഏകദേശം ഇതിൽ തന്നെ ഒരു ഇതിൽ എഴുതി വെച്ചിട്ട് ഞാൻ ഇതിൽ മെയ് വരെ, അതായത് മെയ് ഇത്ര പേജോളം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഡ്രീം ചാനൽ. അന്നത്തെ ഡ്രീം ചാനൽ ഏകദേശം, അതായത് ഇതിൽ എത്ര പേജ് ഉണ്ടോ അത് ഏകദേശം മെയ് 20 30 ജൂൺ വരെയുള്ള പേപ്പേഴ്സിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഡ്രീം ചാനൽ. ജൂൺ വരെ മെയ് വരെയുള്ള ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഡ്രീം ചാനൽ. അതായത് അത്ര എഴുതി വെക്കുകയുണ്ടായിരുന്നു. ഈവൻ ഞാൻ എഴുതുന്ന സമയത്ത്, അതായത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇങ്ങനെ ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എഴുതുന്നത്. ഞാൻ ഗുജറാത്തിൽ എഴുതുന്ന സമയത്ത് എനിക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചിട്ട് എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ഇതേപോലെ തന്നെ കുറേ കോഴ്സുകൾ അന്നേരം അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും ചെറിയ കോഴ്സല്ല, വലിയ കോഴ്സുകൾ, ഇംഗ്ലീഷുള്ള കോഴ്സുകളാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഇപ്പോൾ ബോപ്രാക്ടർ, അതോടൊപ്പം തന്നെ അങ്ങനത്തെ കുറേ കോഴ്സുകളുണ്ടായിരുന്നു. അതായത് അതെല്ലാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോ വ്യക്തികളും ഓരോ ക്ലാസ്സുകളിൽ നിന്ന് ഓരോരോ അറിവുകളാണ് കിട്ടുക. അന്നേരം ഈ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എനിക്ക് നല്ല രീതിയിൽ ഗുണം കിട്ടിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ എനിക്ക് ബിൽഡിംഗ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ രീതിയിൽ എൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ല്, എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാം തന്നെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് ഓരോ വർഷങ്ങളുള്ള കാര്യങ്ങൾ, അതായത് അടുത്ത വർഷം ഇപ്പോൾ 2026 നടക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പ്ലെയിൻ എഴുതി വെക്കുക. അത് കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഉദാഹരണത്തിന് 2026 ചിലപ്പോൾ പുതിയ ആഗ്രഹങ്ങൾ വന്നേക്കാം, പ്രശ്നമില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതിലെന്താണ് വേണ്ടത്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. നടക്കുമോ നടക്കില്ല എന്നുള്ള ഒരു സംശയം വെക്കാൻ പാടില്ല. കാരണം ഞാൻ പണ്ട് എഴുതി വെച്ച, ഞാൻ കഴിഞ്ഞ വെബിനാറിൽ പറഞ്ഞതുപോലെ തന്നെ പല ഡ്രീംസും നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വലിയ ഡ്രീംസ് തന്നെ നടക്കുന്നുള്ള ഒരു വിശ്വാസം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അന്ന് എഴുതി വെച്ച വലിയ ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എഴുതി വെച്ച കാര്യങ്ങളും നാളെയോ അല്ലെങ്കിൽ അടുത്ത സമയത്തോ അല്ലെങ്കിൽ അടുത്ത വർഷമോ എന്തായാലും നടക്കുന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. സ്ക്രിപ്റ്റിങ്ങിൽ നമ്മൾ എഴുതി വെച്ചു, ഓരോ മാസങ്ങളിലെ വർഷങ്ങളിൽ എഴുതി വെച്ചു. എല്ലാം ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നോ എന്നുണ്ടെങ്കിൽ എന്താണ് നോ എന്നുള്ള കാര്യം പറയാം. യെസ് സാർ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് ചോദിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, യെസ്. ഇനി ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അല്ലേ, സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് എഴുതാൻ പാടില്ല. ഒറ്റ ദിവസം കൊണ്ട്, അതായത് ഇന്ന് ഞാൻ എൻ്റെ ഈ ഒരു വെബിനാർ കഴിഞ്ഞു എന്ന് കരുതുക, അന്നേരം തന്നെ ഇന്ന് തന്നെ എഴുതാമെന്ന് പറഞ്ഞ് എഴുതാൻ പാടില്ല. നിങ്ങളൊരു ആഴ്ച എടുത്ത്, ഇത് ഞാൻ ഏകദേശം 1 മാസം എടുത്തിട്ടാണ് എഴുതി വെച്ചത്. 1 മാസം, അതായത് ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു പേപ്പർ ഇതിൽ വെച്ചു. ആ പേപ്പറൊന്നുമില്ല. പേപ്പർ ചോദിച്ചോളൂ സാറേ. ഞാനേ ഇപ്പൊ കൊറേ ഇപ്പൊ നോട്ട് ബുക്കിനകത്തൊക്കെ എഴുതണുണ്ട്. അപ്പൊ റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഇതിന് വേണ്ടിയാണ് എഴുതുന്നത്. അപ്പൊ അത് ഞാൻ എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടെന്ന് എനിക്കറിയാൻ മേല. കുറച്ച് ബ്ലോക്കൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആകെ ഡള്ളാണ്. എന്താണ് സംഭവിച്ചത്? റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരുന്നു. ഇപ്പൊ 1 വർഷമായിട്ട് ബ്രേക്കപ്പ് ആയി. അപ്പൊ അതിന്റെ ഇടക്കാണ് ഞാൻ ഇങ്ങനെ ഇതിന്റെ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം 24ാമത്തെ ബാച്ച് റിലേഷൻഷിപ്പ് മാസ്റ്ററി നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസ്, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് പറയുന്നത്. നമ്മളെ വാല്യൂസ് വിട്ടിട്ട് നമ്മൾ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത്, ഇപ്പം നിങ്ങൾ പ്രണയത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചിലപ്പം ആ വ്യക്തിയെ തീവ്രമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങളെക്കാളും കൂടുതൽ. ചോദ്യം മനസ്സിലായോ? ഓക്കെ. തീവ്രമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് ഇപ്പോഴും പറ്റുന്നില്ല. അതായത് നമ്മൾ എവിടെയാണോ നമ്മളെ വാല്യൂസിനെ വിടുന്നത്, നമ്മളെ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് വാല്യൂ വിടുന്നത്, അവിടെ പണി കിട്ടും. ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് വരെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നെ കൊടുത്തിട്ടെങ്കിലും ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചിന്തിച്ചത്.
അതായത് ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് തുടങ്ങിയത്. അന്നേരം ഈവൻ സെൽഫ് ലവ് പറയുന്ന സമയത്തും സംതിങ് ഈസ് മിസ്സിങ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. ആ ഒരു ലെവലിൽ നിന്നതുകൊണ്ട് എൻ്റെ കുറേ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1-2 രൂപയല്ല. ചില ആൾക്കാർ പറയും സാർ ഹോസ്പിറ്റലാണ്, എങ്ങനെ ഇന്ന് എൻ്റെ മോൾക്ക് രോഗമാണ്, ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ഇത്ര വേണം. അന്നേരം ഞാൻ അന്നേരം ചിന്തിക്കുന്നത് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള പൈസ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ തന്നെ എന്ത് ചെയ്തു, അവരെ ഫ്രണ്ട്സിനെ വിട്ടിട്ട് അത്രയും പണം നഷ്ടപ്പെട്ടു. എൻ്റെ 1-2 1000 1 ലക്ഷം ഒന്നുമല്ല എൻ്റെ അടുത്ത് പോയത്. കാരണം എന്താണ്, നമ്മളെക്കാളും പ്രാധാന്യം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ, അത് റിലേഷൻഷിപ്പ് ആവട്ടെ ബിസിനസ്സിലാവട്ടെ എന്തിലും നമ്മൾ ചീറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലാക്കിയില്ല. നിങ്ങളെ വാല്യൂസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിനോ നിങ്ങൾ ഫോളോ ചെയ്യാതെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിച്ചു താങ്കൾ. അതാണ് അതിൽ പറ്റിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിലെന്ത് ചെയ്യുക, നമ്മൾ ഇപ്പം ഫ്രീ ക്ലാസ് നടക്കുന്നുണ്ട്, അതിലെ യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ അല്ലേ, അതൊന്ന് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, മാറ്റം ഉണ്ടാവും. പിന്നെ നിങ്ങൾ പറയേണ്ട അഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അത് ഞാൻ പറയാനുണ്ട്. എന്താണ് പറയാറ്? ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഉം. സ്നേഹം എന്നിലുണ്ട്. ഉം. ആ, ആ, ഞാൻ സ്നേഹത്തെ ആഗിരണം ചെയ്യുന്നു. ഉം. അങ്ങനെ കുറച്ച് ആഗ്രഹം, അതായത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അത് ഞാൻ എന്നെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഞാൻ പറഞ്ഞൊരു അഫർമേഷനാണ്. എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈ ആഗ്രഹം എന്ന് പറയുന്ന സമയത്ത് നമ്മളത് ഒരു യൂസ് ചെയ്യാത്തൊരു വേർഡാണ്. നിങ്ങളത് യൂസ് ചെയ്യാറുണ്ടോ കോമൺലി? ഞാൻ അല്ല, ആഗ്രഹം എന്ന് പറഞ്ഞ വേർഡ് അല്ലാതെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വേർഡല്ലല്ലോ. അല്ല, അത് നമ്മൾ ഇതേപോലെ ആഗ്രഹം കെമിസ്ട്രിയിലാണ് പഠിച്ചെന്ന് തോന്നുന്നു. അത് പറയാതെ നമ്മൾ ആകർഷിക്കുക എന്ന വേർഡ് ഉപയോഗിക്കാൻ, നമ്മളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ അവളെ അങ്ങനത്തെ ടോപ്പിക്കിൽ ചില കോമൺലി വേർഡ്സ് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എന്നെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ഇതൊരു 21 ടൈംസ് ഒന്ന് ഒരു 21 ടൈംസോ അല്ലെങ്കിൽ 108 ടൈംസോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പറയുകയും നിങ്ങളത് ഫീൽ ചെയ്യുകയും ചെയ്യുക. അതിന് ഒരു സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സാധിക്കും. ഞാൻ എന്നെ സ്നേഹിക്കും, എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ആ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ആകുകയാണ് ചെയ്യുക. ഈ ഒരു അഫർമേഷൻ യൂസ് ചെയ്തതിന് ശേഷം, ഈവൻ സെൽഫ് ലവിൽ തന്നെ സെൽഫ് ലവ് മെഡിറ്റേഷൻ ഞാൻ ഉപയോഗിച്ച ഒരു അഫർമേഷനിൽ ഒന്നാണിത്. അന്നേരം ഞാൻ എന്നെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിലുള്ള ഫസ്റ്റ് ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് അല്ല സംഭവിച്ചത്. അതുവരെ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് എന്നിൽ നിന്ന് അകന്നു പോയി. എന്നാൽ അത് അതായത് അന്നേരം എനിക്ക് ഒരു നെഗറ്റീവ് അടിച്ചു. ദൈവമേ, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഫേക്ക് ആണോ? അതായത് ഞാൻ ഇതുവരെ വിശ്വസിച്ചത് അവരാണ് എൻ്റെ കൂടെയുള്ളത്, അല്ലെങ്കിൽ അവരെൻ്റെ അത്രയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് ചിന്തിച്ചു അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഈ ഒരു അഫർമേഷൻസും ഞാൻ ഇതേപോലെ തന്നെ കുറേ മെഡിറ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം കുറേ ഫ്രണ്ട്സ് എൻ്റെ നിന്ന് വിട്ടുപോയി. അന്നേരം പിന്നീടാണ് അവരെക്കുറിച്ച് അറിയുന്നത്. അവരൊന്നും തന്നെ എന്നെ റെസ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുകയോ ചെയ്തില്ല. അവരെല്ലാം എന്നെ ഒരു പൊട്ടനായിട്ടോ അല്ലെങ്കിൽ കോമാളിയായിട്ടാണ് എന്നെ കരുതിയത്. കാരണം നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തെയും നമ്മളെ വ്യക്തിത്വത്തെയും നമ്മളെ ക്യാരക്ടറിനെയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ചുറ്റും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ മാത്രമാണ് വരിക. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന അഫർമേഷൻസ് ചെയ്യുക. പിന്നെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്, അതിൽ താല്പര്യം ജോയിൻ ചെയ്യുക. ഈ ഒരു അഫർമേഷൻസ് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ തന്നെ ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ഇത് മുന്നേ ചോദിച്ച പോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കിൽ. സാർ, ഈ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എഴുതുമ്പോ ഇപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ ഓരോന്നിപ്പോ ഒരാഗ്രഹം അല്ലെ ഒരു നടക്കേണ്ട കാര്യം അതൊന്ന് നമ്പർ ഇട്ട് അത് എഴുതുക, അല്ലെങ്കിൽ മൊത്തം കഥ പോലെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കഥ പോലെയാണ് എഴുതേണ്ടത്. ഇപ്പൊ ഞാൻ ഇന്ന് എഴുതുകയാണ്, ഇപ്പൊ നാളെ തൊട്ടുള്ള കാര്യം അടുത്ത മാസം തൊട്ടുള്ള കാര്യം അടുത്ത മാസം, അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നടക്കേണ്ട. അതായത് ഇപ്പം ഞാൻ അതാണ് ഫസ്റ്റ് തന്നെ പറഞ്ഞത്, ജോത്സ്യം അല്ലെങ്കിൽ ജാതകത്തിൽ എങ്ങനെയാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഈ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കിലും നമ്മൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എഴുതുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. അതായത് പാസ്റ്റ് കണ്ടിന്യൂസ്ലി എഴുതുക. ഇങ്ങനെ നമ്പർ ഒന്നും ഇടാണ്ട് ഇങ്ങനെ ഓരോ നമ്പർ ഇടേണ്ട ആവശ്യമില്ല. അതാണ് സ്റ്റോറി എന്ന് പറഞ്ഞത്.
സ്റ്റോറി നമ്മളെ ലൈഫ് സ്റ്റോറി തന്നെ എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതും അല്ലെ? സ്റ്റോറി ചെയ്യുന്ന നിങ്ങളെ വിധിയെ, അതാണ് നമ്മളെ ടോപ്പിക്കിൽ പറഞ്ഞത്, സ്വന്തം വിധിയെ നിർണ്ണയിക്കാം അല്ലെങ്കിൽ വിധിയെ മാറ്റി എഴുതാം. ഇപ്പൊ ഒരു മാസം കൊണ്ട് നടക്കേണ്ടത് അത് കഴിഞ്ഞ് അടുത്ത മാസം അങ്ങനെ ഒരു വർഷം. അതെല്ലാം തന്നെ നടക്കേണ്ട, അതായത് ഫ്യൂച്ചർ ടെൻസ് നിങ്ങൾ പാസ്റ്റിൽ എഴുതുകയാണ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നടക്കേണ്ട അതായത് ഫ്യൂച്ചർ നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പാസ്റ്റ് ടെൻസിൽ എഴുതുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നടന്നു അല്ലെങ്കിൽ നടന്നു, ആ രീതിയിലാണ് എഴുതുന്നത്. ഓക്കെ സർ. ഈ രീതി വെക്കുക. ഓക്കെ സർ. ഓക്കെ, ഇനി എല്ലാവർക്കും സംശയങ്ങൾ കഴിഞ്ഞെന്ന് കരുതുന്നു. ഇനി അടുത്ത കാര്യത്തിലേക്ക് കടക്കുകയാണ്. സാറേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. സാർ ഇപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം കുറച്ച് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നടന്നു കിട്ടണം. അപ്പൊ നമ്മളത് എഴുതുന്നുണ്ട് ഇങ്ങനെ സ്ക്രിപ്റ്റിംഗ് കൂടെ ടെക്നിക്കൽ പ്രൊസീജിയർ. പക്ഷെ നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ 2 മാസം കൊണ്ട് നടന്നു കിട്ടേണ്ടതാണ്. പക്ഷെ അത് നമ്മൾ എഴുതി, പക്ഷെ അത് നടന്ന് കിട്ടിയില്ല. അപ്പൊ നമ്മളത് പിന്നെയും റിപ്പീറ്റ് ചെയ്യണം. ഇല്ല, ആ സ്ക്രിപ്റ്റിന് ടെക്നിക്ക് ഒരു തവണ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഹോപ്പ് നോപ്നോ പ്രാക്ടീസ് ചെയ്യാം. എവിടെയാണോ നിങ്ങൾക്ക് ബ്ലോക്ക് അനുഭവിക്കുന്നതെന്ന് തോന്നുന്നത് അവിടെ ഹോപ്പ് നോപ്നോ എന്ന് പറഞ്ഞാൽ ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിങ്ങൾക്ക് എവിടെയാണോ എന്തെങ്കിലും ഒരു പ്രോബ്ലം, മനസ്സിന് അസ്വസ്ഥത അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഹോപ്പ് നോപ്നോ എന്ന് പറയുന്ന ടെക്നിക്ക്. അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ സാർ, വേറൊരു ഡൗട്ടും കൂടി ഉണ്ട്. ഇതിനെ റിലേറ്റഡ് അല്ലാത്തതാണ്. കാരണം നമ്മളിപ്പോ ഈ അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പലവരുടെയും വൈബ്രേഷൻ ഫ്രീക്വൻസി വ്യത്യസ്തമാവില്ല. ചിലർക്ക് അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും, ചിലർക്ക് ടൈം എടുക്കും. അത് നമ്മള് റിപ്പീറ്റഡ് ആയിട്ട് ഹലോ, സോറി, കട്ടായിപ്പോയി. സാർ ഇവിടെ നെറ്റ്വർക്കിന് ഒരു പ്രോബ്ലം. എവിടെയാണ് പറ്റിയത് പറഞ്ഞോളൂ. നെറ്റ്വർക്കിന് സാർ നമ്മൾ റിപ്പീറ്റഡ് ഇപ്പൊ എൻ്റെ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഹൈ അല്ലെങ്കിൽ എനിക്ക് മാനിഫെസ്റ്റേഷനുള്ള ടൈം കൂടുതലെടുക്കും. അപ്പൊ ഞാൻ അതുവരെയും എത്രയും അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നാളെ അത് സബ് കോൺഷ്യസ് മൈൻഡ് ക്യാച്ച് ചെയ്യില്ലേ? അതെ, അത് നടക്കും. വൈബ്രേഷൻ ഫ്രീക്വൻസി കുറഞ്ഞ ആളാണ്. ഇതില്ലേ, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് ചില വ്യക്തികൾക്ക് അത് നടക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചിലർക്ക് നടക്കുന്നില്ല എന്നല്ലേ? അതിൻ്റെ കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ പറഞ്ഞ പോലെ ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞ കാര്യം, അത് ലോ ഓഫ് അട്രാക്ഷനെക്കാട്ടും ഒരു വലിയൊരു ടോപ്പിക്കാണ്. അതായത് 12 യൂണിവേഴ്സൽ നിയമങ്ങളിൽ ഒരു ടോപ്പിക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അതിൽ ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഈ വൈബ്രേഷൻ എന്ന് പറഞ്ഞ കാര്യം ഏത് വ്യക്തിയിലാണോ ഹയറായിട്ട് കിടക്കുന്നത് ആ വ്യക്തിക്ക് മാനിഫെസ്റ്റേഷൻ എളുപ്പം നടക്കുന്നതാണ്. ഈ ഒരു കാര്യം, അതായത് ഞാൻ തന്നെ കുറേ മുന്നേ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ച ചോദ്യം ഞാൻ ഇതേപോലെ തന്നെ ഞാൻ ഇതേപോലെ തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മെൻറ്റേഴ്സിന് ചോദിച്ചു. അതിലൊരു മെൻറ്റർ പറഞ്ഞു തന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളെ വൈബ്രേഷൻ ലെവൽ ഹയറാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം മെഡിറ്റേഷനാണ്. ഡെയിലി മെഡിറ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം കണ്ടെത്തുക. മെഡിറ്റേഷൻ നിങ്ങൾ നമ്മളെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 3 മെഡിറ്റേഷനും ഓരോ ദിവസവും വ്യത്യസ്തമായ ബൈനറി മ്യൂസിക് മെഡിറ്റേഷൻ ഞാൻ നൽകുന്നത്. ഫ്രീ ക്ലാസ്സിലൊന്നും തന്നെ മെഡിറ്റേഷൻസ് ആരും ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ മറ്റ് ഫ്രീ ക്ലാസ് പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻസ് നൽകിയിട്ടുണ്ടാവില്ല. ഞാൻ ആ ഒരു 3 പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ഓരോ ദിവസവും ചെയ്യാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മണിയുടെ ആവട്ടെ, യൂണിവേഴ്സൽ ലവ് ആവട്ടെ, ഈ 3 മെഡിറ്റേഷനിലെ യൂണിവേഴ്സൽ ലവ്, അങ്ങനത്തെ 3 മെഡിറ്റേഷൻസ് നമ്മൾ നൽകുന്നുണ്ട്. ആ മെഡിറ്റേഷൻ നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിലെ ആ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ കയ്യിൽ നിന്ന് ഫോർഗീവ് ചെയ്യുക. അതായത് അതിനെ ക്ഷമിച്ച് അതായത് ഫോർഗീവ്നെസ് കൊടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസിഡൻസ്, ഇപ്പം നിങ്ങൾക്ക് തന്നെ കുറേ നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് കുറേ വേദനകൾ അനുഭവിക്കുന്നുണ്ടാവും.
അതെ ഉം. ആ സർ, വേദ ആ വേ അനുഭവിക്കുന്നുണ്ട്. ആ വേദനകളെ നിങ്ങൾ ഹീൽ ചെയ്യണം. ഇവിടെ ഹീൽ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഫോർഗീവ് ചെയ്ത് നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത വ്യക്തികളുണ്ടാവും. എന്നെ തന്നെ കഴിഞ്ഞ് 2-3 ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട്സ്, എൻ്റെ കോളേജിലെ ഫ്രണ്ട്സ് വിളിച്ചു. അന്നേരം ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അതായത് പണ്ട് എന്നെ ആ ഒരു കോമാളിയെ പോലെയാണ് കണ്ടത്. അതായത് ആ ലെവലിലാണ് അവരിപ്പോഴും ചിന്തിക്കുന്നത്. അവരെന്നെ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ നിന്നെ കൊണ്ടെന്ത് പറ്റും, നിന്നെ കൊണ്ടെന്ത് ചെയ്യാൻ സാധിക്കും, ആ രീതിയിലായിരുന്നു സംസാരിക്കുക. സ്വതവേ മുന്നേല്ലോ ഞാൻ മുന്നേലെന്ന് വെച്ചാൽ കേട്ട് കുത്തിരിഞ്ഞിട്ട് ഞാൻ ഒന്നെങ്കിൽ എതിർക്കും അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ട് വിഷമിക്കും. ഈ തവണ എന്ത് ചെയ്തു വെച്ചാൽ അവർ വിളിച്ച സമയത്ത് അവരെ ഒരു 4-5 പേരുണ്ട്, 4-5 പേരെയും ബ്ലോക്ക് ചെയ്ത് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി. അന്നേരം അവിടെ എന്താണ് നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ അവരെ ചെലവിലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ വേണ്ട ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്, അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. അന്നേരം അവരെ മാത്രം ഫോക്കസ് ചെയ്യുക. ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ വരെ നമ്മളെ വൈബ്രേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങളുടെ കുറ്റം പറയുന്ന വ്യക്തികൾ, അവരെല്ലാം ഉണ്ടെങ്കിൽ അത് മീൻസ് നിങ്ങളെ പാർട്ണറോ അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ പുതിയ ആൾക്കാരെ ചൂസ് ചെയ്യാം. ഇപ്പം എന്നെ സ്നേഹിക്കുന്നത് എന്നെ സർ, അങ്ങനെ എന്താണ് അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ളവരെ നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യണം എന്നാണ്. അവോയ്ഡ് ചെയ്യണം. ഓക്കെ സർ. ഓക്കെ. കാരണം നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാറുണ്ട്, അതായത് നിങ്ങളിപ്പോൾ പോസിറ്റീവായി നല്ല രീതിയിൽ ലോ ഓഫ് അട്രാക്ഷനും ഹീലിങ്ങും എല്ലാം തന്നെ ചെയ്തിട്ട് നിങ്ങൾ നെഗറ്റീവായ ആൾക്കാരുടെ കൂടെയാണ് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കൊരിക്കലും ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ സർ. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ സാർ, എനിക്ക് ചില സമയത്ത് ഇതിലൊരു നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഞാൻ രാവിലെ എണീറ്റിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം മനസ്സിൽ ഒരു ഫ്രീക്വൻസി ആയി അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആ സമയത്ത്. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനെ അങ്ങനെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത്. നിങ്ങളെ വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ഓക്കെ ആകും. സർ. ഓക്കെ. എന്നാലും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ സർ. ഓക്കെ താങ്ക് താങ്ക് യു. യു. ഇനി നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എഴുതിയല്ലേ, ഇനി എപ്പോഴൊക്കെയാണ് ഇത് വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയ്യിൽ നിന്നും നിങ്ങൾക്ക് ഡെയിലി വായിക്കാൻ പറ്റിയെങ്കിൽ നല്ലത്. ഡെയിലി രാവിലെ ഒന്ന് വായിക്കുക. രാവിലെ ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും ഇതിന് വേണ്ടി മാറ്റി വെക്കുക. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങളും ചെയ്തിട്ട് ഈ ഒരു സ്റ്റോറി വായിക്കുക. മൊബൈൽ സ്ക്രോൾ ചെയ്ത് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് നിങ്ങൾ ഈ ഒരു പുസ്തകം വായിക്കുന്നത്. അങ്ങനെ ഡെയിലി നിങ്ങളിത് വായിച്ച് വരികയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അതായത് നിങ്ങൾ ഒരു സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു സീരിയലോ കാര്യങ്ങളോ കാണുന്നത് പോലെ തന്നെ ഇത് നിങ്ങളെ മനസ്സിൽ വർക്ക് ചെയ്യും. നിങ്ങളെ മെൻ്റൽ മൂവി അല്ലെങ്കിൽ ഇപ്പോൾ ചില സമയങ്ങളിൽ കാണാറില്ല, നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കാണാൻ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്ത് അതിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട്. അങ്ങനെ എന്ത് ചെയ്യാണ്, നിങ്ങളെ കഥ അല്ലെങ്കിൽ നിങ്ങളെ സിനിമ തന്നെ ഉണ്ടാക്കിയിട്ട് ആ സിനിമയിലാണ് ജീവിക്കുന്നത്. അതേപോലെ ആയിരിക്കണം നിങ്ങളെ ലൈഫിലും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡെയിലി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും ഒരു സൺഡേയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസമോ വായിക്കുക. പിന്നെ നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ പോക്കറ്റ് ഡയറി ആണെങ്കിൽ പോക്കറ്റ് ഡയറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോക്കറ്റിൽ ഇട്ടുപോകാൻ സാധിക്കും. അതായത് എപ്പോഴും പോക്കറ്റിൽ വെക്കാൻ സാധിക്കും. അങ്ങനെ പോക്കറ്റ് ഡയറി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഡ്രീം ജേർണലിൽ നിങ്ങൾക്ക് പിറകുവശത്ത് നിങ്ങളെ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് ചെയ്താൽ, ഞാൻ അങ്ങനെയാണ് എഴുതി വെച്ചത്. എൻ്റെ ഡ്രീം ജേർണലിൻ്റെ ഇങ്ങനെ ഏകദേശം പകുതി പോർഷൻ തുടങ്ങിയാണ്. തിരിച്ചല്ല എഴുതിയത്, പകുതിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കിന് വേണ്ടി എഴുതി വെച്ചു. അത് നിങ്ങൾ കയ്യിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഷെൽഫിലോ നിങ്ങളെ ബാഗിലോ വെക്കുക. അത് വായിക്കാൻ കൊടുക്കാതിരിക്കുക. കാരണം ഇത് വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഞാൻ എൻ്റെ ഡ്രീം ജേർണലും കാര്യങ്ങളും പുറത്ത് വിട്ട് വെക്കുകയായിരുന്നു. സ്ക്രിപ്റ്റിംഗ് മെയിൻലി നമ്മൾ ഡ്രീംസ് എഴുതി വെക്കുകയാണെങ്കിൽ ഒരു കോമൺ ആണ്, മീൻസ് പലരും എഴുതി വെക്കാണ് നമ്മുടെ ഡ്രീംസ്. എന്നാൽ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കെല്ലാം വായിക്കുന്ന ചില ആൾക്കാർ വിചാരിക്കും കിളി പോയിന്ന്. അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് ചോദിച്ചു, എനിക്ക് വട്ടാണോന്ന് ചോദിച്ചു. അന്നേരം ഈ ലെവലിലേക്ക് നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, ആ സിറ്റുവേഷൻസിന് കയ്യിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മളെ ബാഗിലേക്കോ അല്ലെങ്കിൽ നമ്മളെ അലമാരയിലേക്കോ മാത്രം വെക്കുക.
ഇതാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക്. അതായത് സ്വന്തം വിധിയെ മാറ്റി എഴുതുന്ന ഒരു വിദ്യയാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് എഴുതാൻ പാടില്ല. ഒരു വീക്കോ അല്ലെങ്കിൽ ഒരു മന്തോ എടുത്തിട്ട് നിങ്ങൾ വീണ്ടും ഞാൻ തന്നെ ഏകദേശം A4 ഷീറ്റിൽ ഒരു 2-3 A4 ഷീറ്റിൽ ഷോർട്ടായിട്ട് ഇങ്ങനെ അതായത് നിങ്ങൾ ഹിൻഡ് പോലെ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ബ്രീഫായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഹിൻഡ് പോലെ, അതായത് ഒന്ന് എഴുതി ഒരു 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 ഏറോ വരച്ചിട്ട് അടുത്ത പോയിന്റ് ചെയ്ത്, അതായത് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് പോയിന്റ്സ് ഒന്നും വിട്ടുപോയില്ല. ഇടയ്ക്കൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അതൊന്നും ചേർക്കുക. പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറിയൊക്കെ ചെയ്തുക. ഇതാണ് ചെയ്യേണ്ടത്. അന്നേരം ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് എങ്ങനെ കൃത്യമായിട്ട് ഈ രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇതിൽ വേറെ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും എഴുതുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇതുവരെ പറഞ്ഞ ടോപ്പിക്സിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഗുഡ് ഈവനിങ് സാറേ, ഞാൻ ബിന്ദുവാണേ. സാറേ, ഒരു വർഷത്തെ മുഴുവൻ ഒരു വർഷത്തെ മുഴുവനുമായിട്ട് എഴുതണോ അതോ ഒരു വർഷത്തെ അല്ല, ഒരു 5-10 വർഷത്തെ എഴുതാം. ഓക്കെ, ഒരു 10 വർഷത്തിൽ എഴുതുകയാണെങ്കിൽ വലിയ സ്റ്റോറി ആകുമല്ലോ. അതുകൊണ്ട് ഒരു 10 ഞാൻ എൻ്റെ 10 വർഷത്തെ എഴുതി വെച്ചേ. അല്ല, അപ്പൊ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് എഴുതുക, അതിന് ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കത്തില്ലല്ലോ? ഡേറ്റ് വെക്കണം. ഞാൻ പറഞ്ഞല്ലോ 2026 അല്ലെങ്കിൽ 27 ഇന്ന മാസം എഴുതുക. അപ്പൊ അത് ഗോൾ സെറ്റ് ചെയ്യുന്ന മാതിരി ആകത്തില്ല? ഗോൾ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവും. ഞാനതാ പറഞ്ഞേ, ഗോൾ സെറ്റിംഗിൽ എഴുതി വെച്ചില്ലേ, നമ്മൾ ഡ്രീം ജേർണൽ എഴുതി വെച്ച് അതൊരു സ്റ്റോറി ആക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളൊരു ടൈം പീരീഡും അതും ഇതും ആകുമ്പോഴത്തേക്ക് ഡ്രീമും ആകും ഗോൾ സെറ്റിംഗും കൂടെ ആകത്തില്ലേ? രണ്ടും കൂടെ ആകും. അതെ അതെ, ഇതിലെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സിനിമ കാണുന്ന സമയത്ത് അതിനൊരു സ്റ്റോറി ലൈന് വേണ്ടേ? നിങ്ങൾ ഞാനതാ പറഞ്ഞത്, ഇതൊരു മെന്റൽ മൂവിയാണ്. സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഒരു സ്റ്റോറി, അതായത് പണ്ട് കാലം സംഭവിച്ച കാര്യങ്ങൾ പണ്ട് തന്നെ കാണിക്കണം. അതേപോലെ ഒരു മെന്റൽ മൂവി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഡേറ്റും ടൈമും വർഷം എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സിനിമ കാണുന്ന ഒരു പ്രതീതി വരും. നേരെ മറിച്ച് നിങ്ങൾ ടൈമൊന്നും വെക്കാതെ എപ്പോഴും അത് നിങ്ങൾക്ക് അത് ഡേറ്റ് കാണുന്ന സമയത്ത് ഓക്കെ, ആ വർഷം ഇന്ന മാസം, ഇവൻ ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതി വെക്കുക. അന്നേരം ചില ആൾക്കാരുടെ മാനിഫെസ്റ്റേഷൻ ആ ഡേറ്റ് തന്നെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം എന്താണ്, അവർ ആ ഒരു ഡേറ്റിന്, ആ ഒരു കാര്യത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ മാത്രമല്ല, ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും സെയിം പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ എഴുതുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യുക. അതേ രീതിയിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ നല്ലതായിരിക്കും. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറ്റാച്ച്ഡായി അത് വേണം ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നെഗറ്റീവ്. മറിച്ച് കുറേ കാര്യങ്ങൾ നേടിയെടുക്കേണ്ട രീതിയിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡ്രീംസ് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നടക്കും. സാറേ, ചോദിച്ചോ. ചുരുക്കി പറഞ്ഞ ഇനിയിപ്പൊ നാളെ തൊട്ട് അടുത്തൊരു 10 വർഷത്തെ കാര്യങ്ങൾ നമ്മളൊരു പേജ്, ഒരു ബുക്കിന്റെ നമ്മൾ ആ പേജിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒരു ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നു, അങ്ങനെയല്ലേ? അതെ, പാസ്റ്റ് ടെൻസിൽ എഴുതുന്നു. അതെ, കഴിഞ്ഞതായിട്ട് നടന്നതായിട്ട്. ഗ്രാറ്റിറ്റ്യൂഡ് കൂടെ എഴുതുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല. നിങ്ങൾ ആ രീതിയിൽ കുറച്ച് കാവ്യാത്മകമായിട്ട്, കുറച്ച് ഫീൽ കാവ്യാത്മകമായിട്ട്, അതായത് നിങ്ങൾ കാവ്യാത്മകം എന്ന് പറയുന്ന സമയത്ത് അത് എൻ്റെ ഒരു രീതിയാണ്. ഞാൻ കുറച്ച് ഒരു ഇമോഷണൽ കണക്ഷൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോർട്ടായിട്ട് എഴുതാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. നിങ്ങൾക്ക് എന്താണോ എഴുതാൻ തോന്നുന്നത്. നമ്മളെ ഓരോരുത്തരെയും ഇന്റലിജൻസും നമ്മളെ ബോധ നിലവാരവും വ്യത്യസ്തമാണ്. ഇപ്പം ഞാൻ കാവ്യാത്മകം എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു നല്ല സ്റ്റോറി ടെല്ലിങ്ങിനുള്ള കഴിവുണ്ടെങ്കിൽ അതുപോലെ എഴുതുക. ഡിപ്പെൻസ് ആണ്. നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്ത് ഫീലിംഗ് എന്ന് പറഞ്ഞത് അതാണ് മിസ്സിംഗ് ലിങ്ക് എന്ന് പറഞ്ഞത്. ഈ ഹാപ്പിനെസ് ഫീൽ ചെയ്യാത്തോടത്തോളം കാലം നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടേനെ പണിയാണ്. അതെ, ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ കാര്യമാണ്. അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ബോഡിയെ ഫേക്ക് ചെയ്യുക അല്ലെങ്കിൽ സബ് കോൺഷ്യസിനെ ഫേക്ക് ചെയ്യാൻ സാധിക്കുന്ന അത്രത്തോളം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കും. റിയാലിറ്റിയിൽ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പെയിനാണ് ഉണ്ടാകുക. ഞാൻ എപ്പോഴും, അതായത് നമ്മളെ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നിൽക്കണം. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാണ്,
ഞാൻ ഈ ഒരു വെബിനാർ എടുക്കുകയാണ്, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പറയുന്ന ചോദ്യം ശ്രദ്ധിക്കണം. മറിച്ച് നമ്മൾ ചില ഇങ്ങനെ രാവിലെയും രാത്രിയിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മെൻ്റൽ മൂവിയിൽ നമ്മളെ സ്വപ്നത്തിലാണ് ജീവിക്കേണ്ടത്. ഓക്കെ, നേരം നമ്മളെ ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞ കാര്യം, കണ്ണാടിയിൽ നോക്കുക, നമ്മളെ സ്നേഹിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ക്യാമറ എല്ലാവരോടും ഓൺ ആക്കിയിട്ട് അതിൽ നിങ്ങൾ എന്നെയല്ല നോക്കേണ്ടത്, നിങ്ങളെ നോക്കുക, നിങ്ങളെ സൗന്ദര്യത്തെ ആസ്വദിക്കുക. ഞാൻ ഇതിൽ ഇത്രയും മെമ്പേഴ്സിന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, മറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ എനിക്കാണ് കൊടുക്കുന്നത്. അന്നേരം അതിലെ ചിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണിൽ നോക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മുടെ ലൈഫിൽ നമ്മൾ വേണ്ടത്. ഈ ഒരു ക്യാമറ ഓണാക്കാൻ പറയാൻ കാരണം നിങ്ങളെ കാണാനാണ്. നിങ്ങളൊരു കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഒരു സ്ട്രെങ്ത് വേണം നമുക്ക്, അതുകൊണ്ടാണ്. അന്നേരം ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ്റെ എക്സ്പീരിയൻസ്, ഇതുവരെ എക്സ്പീരിയൻസ് നമ്മൾ ചോദിച്ചിട്ടില്ല, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്യാം. ഇതുവരെ നമ്മളെ ക്ലാസ്സിൽ പങ്കെടുത്തില്ല, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് മിറാക്കിൾ സംഭവിച്ചിരിക്കുന്നത്, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഹലോ, പറഞ്ഞു. നെഗറ്റീവായിട്ട് തന്നെ വന്നത് ഫോർഗീവ്നെസ് ചെയ്യുമ്പേ അത് ഈ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പക്ഷെ പെട്ടെന്ന് തന്നെ ഫുള്ള് നെഗറ്റീവായ പോലെ തോന്നുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വെബിനാറിലാണെന്ന് തോന്നുന്നു, അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോപ്നോപ്നോയുടെ കാര്യം നമ്മൾ ഫസ്റ്റ് തന്നെ ഹോപ്നോപ്നോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളിലുള്ള ആ പെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് തന്നെ പുറത്തേക്ക് വരിക. ചിലപ്പം കരച്ചിലോ അല്ലെങ്കിൽ വിഷമോ കാര്യങ്ങളോ വരും. വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുക. നമ്മളെ ഉള്ളിൽ അത്രയും അടക്കി വെച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്ന സമയത്ത് കരയാൻ തോന്നും. ചിലപ്പോൾ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പ്രഷറിൻ്റെ വേരിയേഷൻ വരും, കാര്യങ്ങൾ വരും നിങ്ങളെ ഉള്ളിൽ അത്രയും വേദന ഉണ്ടെങ്കിൽ. മറിച്ച് അത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്കത് എന്താണ് ഒരു ദിവസം തന്നെ കുറേ വട്ടം കേൾക്കാനാണോ? കുറേ തവണ കേൾക്കുന്നതിനോടൊപ്പം തന്നെ പറയുന്നത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു. ഈ എത്ര വട്ടം നമ്മളെ യൂട്യൂബ് ചാനൽ 108 ടൈംസ് ആണ്. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അത് പറയാം. അതൊരു അഫർമേഷൻസും അല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സ് ചിലതുണ്ട്, നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം തന്നെ നമ്മളെ സബ് കോൺഷ്യസിനെ റീപ്രോഗ്രാം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. നമ്മളെ സബ് കോൺഷ്യസിനെ അല്ലെങ്കിൽ ഉപബോധ മനസ്സിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമ്മളെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നടക്കുന്നതാണ്. ഓക്കെ, അന്നേരം ഇതെല്ലാം ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എന്താണ് വെയിറ്റ് ലോസിന് എന്താ പെർമിഷൻ? വെയിറ്റ് ലോസിന് പകരമായിട്ട് നിങ്ങൾക്ക് എത്രയാണ് വെയിറ്റ് വേണ്ടത് അതിൽ ഫോക്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നല്ലൊരു വസ്ത്രം, നിങ്ങൾക്ക് ഏത് വെയിറ്റ്, എത്ര ബോഡി ഷേപ്പാണ് അല്ലെങ്കിൽ എത്ര വെയിറ്റാണ് വേണ്ടതെന്നുള്ള ആ ഒരു ഡ്രസ്സ് മേടിച്ച് വെക്കുക. അതോടൊപ്പം തന്നെ ഡെയിലി ഒരു ഇത്ര കിലോമീറ്റർ ഓടുക. അതോടൊപ്പം തന്നെ വർക്കൗട്ട് ചെയ്യുക. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണേ. സൂര്യ നമസ്കാരം ഞാനിപ്പോൾ കുറേ മാസങ്ങളായിട്ട് സൂര്യ നമസ്കാരം ഞാൻ ചെയ്യുന്നുണ്ട്. രാവിലെ ഒരു 3 കിലോമീറ്റർ ഓടുന്നുണ്ട്. എൻ്റെ വീട് ബീച്ച് ഏരിയ ആണ്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, അവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മളെ ബോഡി ഫിറ്റാകുന്നത്. ജിമ്മിലിപ്പം കുറേ കാലമായിട്ട് പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റാമിന ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല, വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ആ രീതിയിൽ ഇപ്പം നിങ്ങൾ ബോഡി ഷേപ്പിന് വേണ്ടിയിട്ട്, ബോഡി വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അഫർമേഷനോ സ്വിച്ച് വേർഡോ മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല, പ്രാക്ടിക്കലായിട്ടും ചിന്തിക്കുക. ചില ആൾക്കാർ ചോദിക്കാണ്ട് എങ്ങനെയാണ് ഇത്ര മാറ്റം വന്നതെന്നുള്ളത്. എൻ്റെ മുഖത്തിന് നല്ലോണം വെള്ളം കുടിക്കും ഞാൻ, ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ. ഇപ്പം തന്നെ എന്താണ് ഇതിലാണ് വെള്ളം കുടിക്കാറ്. അതായത് ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് നമ്മളതാ പറഞ്ഞത്, പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം. ജസ്റ്റ് കുറച്ച് ചില ആൾക്കാർ പറയാണ് ഇത്രയും കടങ്ങളുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് ഇത് മാറ്റുക, നാളെ ഇത്ര ലക്ഷം വേണമെന്നില്ല. അന്നേരം ഞാനെപ്പോഴും പറയാറ്, ആ മെഡിറ്റേഷൻസ് കൃത്യമായി ചെയ്യൂ, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യൂ. ബാക്കിയെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം, ഡിവൈൻ ടൈം എന്ന് പറഞ്ഞാൽ ആ ടൈമിങ്ങിലേക്ക് വിടുക. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, മെഡിറ്റേഷൻസ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുക. മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷമാണ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, അന്നേരം ഇനി ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടത് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് മാനിഫെസ്റ്റ് ആയത് എന്നുള്ള ചെറുതോ വലുതായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം.
എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും സ്റ്റോറി ഷെയർ ചെയ്യണ്ടോ? സാറേ സ്റ്റോറി ഇല്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ചക്ര മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മെഡിറ്റേഷൻ രണ്ടും ചെയ്യുമ്പോൾ സാറ് നേരത്തെ തന്നിരുന്ന 3 മെഡിറ്റേഷനും ചെയ്യണോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ചക്ര മാനിഫെസ്റ്റേഷൻ ചെയ്താൽ മതിയല്ലേ? അതെ അത് അതെ അത് അത് മെഡിറ്റേഷനും ചെയ്താൽ മതി. അതിൽ ഹീലിംഗും ചെയ്ത നമ്മളിപ്പം ഇപ്പം ഈ പ്രസന്റ് ബാച്ചിലാണ് നിങ്ങളുള്ളത്? അല്ലല്ല, ഞാൻ കഴിഞ്ഞതാ സാറേ. കഴിഞ്ഞ ബാച്ചിൽ അതിൽ എന്ത് ചക്ര ചെയ്യുന്നു ഞാൻ മാനിഫെസ്റ്റേഷൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞു. അങ്ങനെയാണല്ലേ? ഓക്കെ, നിങ്ങൾ അതാണെങ്കിൽ ആ 3 മെഡിറ്റേഷൻ ചെയ്തോളൂ. ഞാൻ കരുതി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെന്ന്. അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ നമ്മൾ അല്ല ചക്ര മെഡിറ്റേഷൻ അല്ലേ എന്തോ ലാസ്റ്റ് ദിവസം നൽകിയ 14ാമത്തെ ദിവസം നൽകിയ ആ ആ ആ മെഡിറ്റേഷൻസ് തന്നിട്ടുണ്ട്. 7 ചക്ര മന്ത്ര മെഡിറ്റേഷനും 7 ചക്ര ഹീലിംഗ് മെഡിറ്റേഷനും ഡെയിലി ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒരു ഞാൻ ആ ക്ലാസ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചക്രത്തിന് ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ ഓരോ സിംറ്റംസും പറയുന്നില്ല. ഇന്ന ചക്രം ബ്ലോക്കാണ്, ഇന്നൊരു പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ചക്രയും കൂടി ചെയ്യാം. ഓക്കെ ഓക്കെ, ഈ കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക്സ് സാർ. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മളെ ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ്. ഇത്രയധികം ടൈം നിങ്ങൾ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഞാൻ നന്ദി പറയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മിറാക്കിൾസ് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ ചോദിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ നമ്മളെ ഫ്രീ ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ജീവിതത്തിലും നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം നിങ്ങളെ ഉള്ളിൽ തട്ടിക്കൊണ്ട് പറയുക. കാരണം നമുക്ക് പല മിറാക്കിൾസും സംഭവിക്കുന്ന എല്ലാം തന്നെ ഞാൻ തന്നെ ചില ആൾക്കാർ പറയാണ്ട് എല്ലാം അനിവിൻ സാറിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കാര്യങ്ങളാണ്, അനുഗ്രഹം വേണമെന്നെല്ലാം പറയാറുണ്ട് ബ്ലെസ്സിങ്സിന് വേണ്ടി. ഞാൻ പറയും ബ്ലെസ്സിങ്സ് ചെയ്യാൻ ഞാൻ ദൈവമൊന്നുമല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയും. ആ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ പ്രാർത്ഥനകളിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആവശ്യപ്പെടാം. സാറേ ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട് സാറേ. ചോദിച്ചോ. അതെന്ന് വെച്ചാൽ നമ്മുടെ സ്വിച്ച് വേർഡ്സ് പറയുന്നില്ലേ, അത് ഒരു ദിവസം തന്നെ 2-3 സ്വിച്ച് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റും, കുഴപ്പമില്ല അല്ലേ? ഇല്ല ഇല്ല. പിന്നെ എനിക്ക് അനിവിന്ദ് സാറിന്റെ ഒരുപാട് റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് ക്ലാസ്സുകളിൽ നിന്ന് നല്ലൊരുപാട് പിന്നെ വീഡിയോസിൽ നിന്നെല്ലാം പിന്നെ എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതൊരു വീഡിയോ ഉണ്ട് വരുന്നു എന്നുള്ള രീതിയിൽ. അതിൽ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പല കാര്യങ്ങളിലും എനിക്ക് നല്ലൊരു റിസൾട്ടാണ്. അത് ആ വീഡിയോ കാണണം എല്ലാവരും. ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ എല്ലാ ക്ലാസ്സുകളിലും ഏകദേശം എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഡിപ്രഷനും അല്ലെങ്കിൽ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിനെല്ലാം മറികടന്ന് നിന്ന് അദ്ദേഹം ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ട് ബിസിനസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. ഹലോ വോൾട്ട് മാജിക് ബിഗിൻ ഉള്ള ഇതില്ല സ്വിച്ച് വേർഡ്, അത് ചെയ്യുന്നത് 108 തവണയാണ്. 108 തവണ 108 തവണ 11 ചെയ്താലും കുഴപ്പമുണ്ടോ? 11 ചെയ്ത് കുഴപ്പമില്ല. അത് നമ്പേഴ്സ് ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നമ്പർ സ്പെസിഫൈ ആയിട്ട് വെക്കുക. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു.